ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിന് എന്ത് സ്ഥാനമാണുള്ളത്? ഇതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കാൻ ദൈവം നൽകിയ വലിയൊരു സമ്മാനമാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ശരീരത്തിന്റെ ദൈവശാസ്ത്രം. വിവാഹത്തെക്കുറിച്ചും ശാരീരിക ബന്ധങ്ങളെക്കുറിച്ചും മാത്രമല്ല ഈ ദൈവശാസ്ത്രം സംസാരിക്കുന്നത്, മറിച്ച് സ്വർഗരാജ്യത്തെ പ്രതി ആത്മസംയമനം പാലിക്കുന്നതിന്റെ മഹത്തായ മൂല്യത്തെക്കുറിച്ചും പാപ്പ നമ്മെ പഠിപ്പിക്കുന്നു. ചിലർ തെറ്റിദ്ധരിക്കുന്നത് പോലെ ബ്രഹ്മചര്യം എന്നത് ശരീരത്തെയോ സ്നേഹത്തെയോ നിരാകരിക്കലല്ല, മറിച്ച് സ്നേഹത്തോടുള്ള ഒരു വലിയ യെസ് ആണ്. അത് നമ്മുടെ ശരീരത്തിന്റെ മണവാട്ടി എന്ന അർത്ഥത്തെ, അതായത് ദൈവത്തിനായി സ്വയം സമർപ്പിക്കുവാനുള്ള കഴിവിനെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പ്രകടിപ്പിക്കലാണ്. ഇത് സ്വർഗത്തിലെ ആ നിത്യമായ മണവാളനുമായുള്ള ഐക്യത്തിന്റെ ഒരു മുന്നാസ്വാദനമാണ്. ഇങ്ങനെ ജീവിക്കുന്നവർ ഈ ലോകത്തിൽ ഒരു പ്രവചനപരമായ അടയാളമാണ്. നാം ഇന്ന് കാണുന്നത് പോലുള്ള വിവാഹ ബന്ധങ്ങൾ ഇല്ലാത്ത, ദൈവവുമായുള്ള സമ്പൂർണ്ണ ഐക്യം കാത്തിരിക്കുന്ന സ്വർഗമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവരാണ് അവർ. അവരുടെ ജീവിതം നമ്മയെല്ലാം കാത്തിരിക്കുന്ന ആ വലിയ വിരുന്നിന്റെ ഒരു സാക്ഷ്യമാണ്. അപ്പോൾ വിവാഹവും ബ്രഹ്മചര്യവും രണ്ടറ്റത്താണോ? ഒരിക്കലുമല്ല. സഭ പഠിപ്പിക്കുന്നത് ഇവ രണ്ടും പരസ്പര പൂരകങ്ങളാണ്. കൂദാശയായ വിവാഹവും സ്വർഗരാജ്യത്തെ പ്രതിയുള്ള ആത്മസംയമനവും ശരീരത്തിന്റെ മണവാട്ടി എന്ന അർത്ഥം ജീവിക്കുവാനുള്ള രണ്ട് വഴികളാണ്. ഒന്ന്, ഈ ഭൂമിയിൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നു. മറ്റൊന്ന്, സ്വർഗത്തിലെ ആ നിത്യമായ ഐക്യത്തിലേക്ക് നേരിട്ട് നമ്മെ നയിക്കുന്നു. രണ്ടും ദൈവത്തിൽ നിന്നുള്ള വലിയ ദാനങ്ങളാണ്. പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ വിളി എന്താണ്? ഒരു വിശുദ്ധ കുടുംബ ജീവിതത്തിലൂടെയോ അതോ ദൈവത്തിന് മാത്രമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിലൂടെയോ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനാണോ ദൈവം നിങ്ങളെ വിളിക്കുന്നത്? ഏത് വഴിയായാലും നമ്മുടെ ശരീരങ്ങളെ ഒരു ദാനമായി കണ്ട് വിശുദ്ധിയിൽ വളരുവാൻ പരിശ്രമിക്കാം. നമ്മുടെ ജീവിതം സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒരു ഗീതമായി മാറട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.